നമസ്കാരം സുഹൃത്തുക്കളെ. പുതിയ കർണാടക മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നേതാവാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിൻ്റെ ആഘോഷ പരിപാടി, ആഹ്ലാദിക പരിപാടിക്ക് അണികളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പരിപാടിയാണിത്. അവിടെ ഇരിക്കുന്ന ആപ്പിളുകൾ കടിക്കുന്നു, ഒരു പീസ് കടിച്ചതിന് ശേഷം ബാക്കി അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അത് ഒരു തവണയല്ല, പല തവണ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ മുഖ്യധാര മാപ്രകൾ ഈ വാർത്ത കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് അവർ ഇതുവരെ ഇത് വാർത്തയാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞ സംഭവമാണ് എന്ന് ഓർക്കണം. കർണാടകയിലെ പ്രാദേശിക ചാനലുകൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. ഇതിനെ എന്ത് തരം സ്നേഹപ്രകടനമാണെങ്കിലും ശരി, ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഒരു മനുഷ്യൻ കടിച്ചിട്ടതിൻ്റെ ബാക്കി ആപ്പിൾ തൻ്റെ അനുയായികൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. അതായത് ഉച്ഛിഷ്ടം വേണം ഇനി അവർ കഴിക്കാൻ. ചില സിനിമയിലൊക്കെയാണ് നമ്മൾ ഇത്തരം കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു BJP-കാരനായിട്ടുള്ള MLA വി മുരളീധരൻ എന്ന വ്യക്തി, അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതങ്ങനെ ആ രീതിയിൽ വക്രീകരിക്കപ്പെടുമെന്ന്. അദ്ദേഹം ഒരു ട്രൈബൽ സ്കൂളിൽ ചെല്ലുന്നു, അവിടുത്തെ കുട്ടികളോട് കുറച്ച് സമയം ഇടപഴകുന്നു, അവരോട് തൊട്ടും പിടിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസകരമായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഇടപെട്ടത്. ആ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം അവർക്ക് മുട്ടായി കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ കയ്യിൽ കൊടുത്തില്ല, പകരം ഡെസ്കിൽ ഇങ്ങനെ കൂട്ടമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പോലും അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലാണ് അത് ഇവിടെ വക്രീകരിച്ച് പോയത്. അദ്ദേഹം എന്തോ അയിത്തം ആചരിക്കുകയാണ് എന്ന തരത്തിൽ വരെയാണ് അതിനെ വക്രീകരിച്ച് വിട്ടത്. ഇതും OBC-കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വി മുരളീധരൻ, ഈഴവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയെ കൂടി അവർ പിടിച്ച് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, സവർണ മേധാവിത്വത്തിൻ്റെ മനോഭാവമാണെന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ തരത്തിലാണ് ഇവിടെ അത് വളച്ചൊടിച്ച് വാർത്ത കൊടുത്തത്. എത്ര മണിക്കൂറുകളാണ് ഇവിടെ ചർച്ച ചെയ്തത് എന്നോർക്കുക. അതേ ആളുകൾ ഇതാ കർണാടകയിലെ ഒരു മുഖ്യമന്ത്രി താൻ കടിച്ചിട്ട് ബാക്കിയുള്ള ആപ്പിൾ ആളുകളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവിടെയുള്ള പ്രാദേശിക ചാനലുകൾ കാണിച്ചിട്ടും ഇവിടെയുള്ള ഒരൊറ്റ മാപ്രകൾ പോലും ഇത് കാണിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണിച്ചിരുന്നെങ്കിൽ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയായേനെ. പക്ഷേ അവർ വളരെ ബുദ്ധിപൂർവ്വം അത് മറച്ചു വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ചാനലുകളും മറ്റുമൊക്കെ ഉള്ളപ്പോൾ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മാപ്രകളെ ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം തന്നെ അതാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള വാർത്തകൾ മാത്രമേ അവർ നമ്മളെ കാണിക്കത്തുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും അവർ കാണിക്കില്ല. അതായത് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മോശമായ രീതിയിൽ വരുന്ന ഒരു വാർത്തയും അവർ നമ്മളെ കാണിക്കില്ല. അത് പരമാവധി അവർ ഒതുക്കി വെക്കും. പിന്നീട് അവസാനം ഗത്യന്തരമില്ലാതെ വരുമ്പോൾ മാത്രമേ അവരത് വാർത്തയായിട്ട് കൊടുക്കൂ. ഇതും നിങ്ങൾ നോക്കിക്കോളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ആയതിനു ശേഷം അവർ ഇത് വാർത്തയായിട്ട് കൊടുക്കും. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഈ 2026-ലും എന്ത് തരം മനോഭാവമാണ് ഈ DK ശിവകുമാർ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി കാണിച്ചത്. നമുക്കറിയാം, പണ്ട് ഇവിടെ സിൽക്ക് സ്മിത എന്ന് പറഞ്ഞ ഒരു നടിയുണ്ടായിരുന്നു. വളരെ പ്രശസ്തയായിട്ടുള്ളൊരു നടിയായിരുന്നു. ഇപ്പോഴും അവരെ ഓർത്തിരിക്കുന്ന ഒരു തലമുറ തന്നെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെ നല്ല പീക്ക് ടൈമിൽ അവർ കടിച്ചിട്ട് വെച്ച ഒരു ആപ്പിളിന് വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂടുകയും ഒടുവിൽ ഏതോ ഒരു ബിരുദൻ അതെടുത്ത് ലേലത്തിൽ വെച്ചിട്ട് അന്നത്തെ 60,000 രൂപയ്ക്ക് വിറ്റു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ 60,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ സിൽക്ക് സ്മിതയുടെ വല്ല പുനർജന്മമാണ് ഈ DK ശിവകുമാർ. ഇയാൾ കടിച്ച ആപ്പിളിന് വേണ്ടിയിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നു, അയാൾ അവർക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. എന്തൊരു അടിമ ഉടമ മനോഭാവമാണെന്ന് നോക്കുക. ഇങ്ങനെയൊരു സംഗതി വന്നിട്ട് പോലും ഇവിടെയുള്ള മാപ്രകൾ അത് മുക്കുന്നുണ്ടെങ്കിൽ ഇവർ തരുന്ന വാർത്തകൾ നമ്മൾ ഏത് അർത്ഥത്തിൽ വേണം വിശ്വസിക്കാൻ? അപ്പോൾ എത്രമാത്രം വക്രീകരിച്ചായിരിക്കും ഇവർ വാർത്ത നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് ഈ ഒരു സംഭവമല്ല, അനവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് തന്നെയുണ്ട്. അപ്പോഴും മാപ്രകളല്ല നമ്മുടെ വിഷയം. ഇവിടെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തരംതാണ പണി കാണിച്ചത് എന്നത് നമ്മൾ മറന്നു പോകരുത്.